അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊക്കെ എല്ലാവരും ചോറൊക്കെ തിന്നു. ഇനി 2 ദിവസം, നാളെ മറ്റന്നാ അല്ലേ, പിന്നെ നമുക്ക് റമദാനായി. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണേ, ഇന്നലെ ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ ഒരു പോലീസ് ഓഫീസറുണ്ട്, ഫിലിപ്പ് സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാർ എപ്പോഴും ഈ മദ്യത്തിനും ലഹരി ഇതിനൊക്കെ എതിരായിട്ട് ക്ലാസ് എടുക്കാനൊക്കെ പോണ സാറാണ് ഫിലിപ്പ് സാറ്. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, യൂട്യൂബ് ഉണ്ട് സാറിന്. അപ്പം ഇന്നലെ സാറിൻ്റെ ഒരു ഒരു ക്ലാസ് കണ്ടു ഞാൻ. ആർക്കൊക്കെ എടുത്തു കൊടുക്കണതും പിന്നെ അത് കഴിഞ്ഞ് പുറത്ത് വന്ന് അത് വിവരിച്ചു കൊടുക്കണതും ഒക്കെ ആയിട്ടുള്ളത്. അതിൽ സാറ് പറഞ്ഞ ആ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും, ആ ഉമ്മയും ബാപ്പയും പറഞ്ഞ വിഷമങ്ങളാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യണത്. അപ്പോൾ വാപ്പ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളാണെന്ന്, കുടുംബം വലിയ തെറ്റില്ലാത്ത കുടുംബമാണ്. അപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് വാപ്പ പള്ളിയിൽ നിന്ന് നടന്നു വരുമ്പോൾ ഈ സാറ് നടക്കാൻ ഇറങ്ങിയിരുന്നു തോന്നുന്നു. അങ്ങനെ ഈ സാറിനെ കണ്ട് വാപ്പ പറയുകയാണ്, അതായത് ഒരു വാപ്പമാരും ഉമ്മമാരും പറയാത്തൊരു വാക്കാണ് ആ വാപ്പ സാറിനോട് പറയണത്. എന്താണെന്ന് അറിയണ്ടേ? അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. അതെന്താ സംഭവം എന്നറിയോ? ഞാൻ സുബഹി നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ ഞാൻ പടച്ചവനോട് ദുആയിർക്കണത്, പ്രാർത്ഥിക്കണത്, എൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു പോകണേ എന്നാണെന്ന്. അതായത് ആ വാപ്പാനെ കൊണ്ട് അങ്ങനെ ദുആ ചെയ്യിപ്പിക്കാനുണ്ടായ കാരണം ആ മകൻ്റെ ലഹരി ഉപയോഗം. ഇപ്പം മലപ്പുറത്ത് തന്നെ ഒരാഴ്ച മുമ്പ് ഉമ്മാനെ കൊന്നൊരു ഇത് പറഞ്ഞല്ലേ ഞാനൊരു വീഡിയോയിൽ, ജിബിലീസിനെ ഞാൻ കൊന്നു. അപ്പം അതേമാതിരി ഇതൊക്കെ കാണുകയാണ് ഈ വാപ്പമാരും ഉമ്മമാരൊക്കെ. കാരണം ഈ ലഹരി ഉപയോഗിച്ചും കൊണ്ട് മക്കൾ വരുമ്പോൾ, കാരണം മദ്യത്തിന് മണമില്ലാത്ത മദ്യം കുടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്തൊരു മദ്യം, വില കൂടും. അതാണെങ്കിലും വേണ്ടില്ല, കാരണം പുറത്തറിയില്ലല്ലോ എന്ന് വിചാരിച്ചത് വാങ്ങി മക്കൾ ഉപയോഗിക്കും. അപ്പോൾ ഈ സാറ്, ഈ മനുഷ്യൻ, ഈ ചെക്കൻ്റെ വാപ്പ ഇത് പറഞ്ഞപ്പം അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മയും ഇത് തന്നെയാണ് പറയണമെന്ന്. കാരണം ഈ മകൻ പോയി മറ്റൊരാളെ കൊല്ലുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ മകനെ നാട്ടുകാർ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് ഒരു ആക്സിഡൻറ്റ് പെട്ട് ഈ മകൻ മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് എന്നൊരു സാറിനോട് പറയുകയാണ്. ആ സാറത് കേട്ട് ഞെട്ടിപ്പോയി എന്ന് പറയണം. എനിക്കും അത് കേട്ടപ്പോൾ, സാറ് പറയണ കേട്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടലിനെ ഉണ്ടായത്. കാരണം ഒരു മക്കളെ, നമ്മളൊരു മക്കൾ പോകുമ്പോൾ ആ മക്കൾക്ക് ഒരാപത്തും വരുത്താതെ നമ്മളെ കുടുംബത്തിലേക്ക് ആ മക്കൾ തിരിച്ചു വരണേന്ന് ദുആ ചെയ്യേണ്ടതിന് പകരം സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകുമ്പോൾ ഒരു വാപ്പ ദുആ ചെയ്യണ എൻ്റെ മകൻ വല്ല ആക്സിഡൻറ്റും പെട്ട് മരിച്ചു പോകണേന്ന്. കാരണം അല്ലെങ്കിൽ നാളെ ഈ അഫാൻ്റെ ഉമ്മാനെയൊക്കെ കൊന്നില്ലേ എന്ന മാതിരിയുള്ള ഗതിയിലേക്ക് വരും. അതല്ലെങ്കിൽ നാട്ടുകാരെ അവനെ കൊല്ലും, അല്ലെങ്കിൽ നാട്ടുകാരെ അവൻ കൊല്ലും, അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ അവൻ ചെയ്യും. അപ്പോൾ എത്രത്തോളം മദ്യവും MDMA ലഹരി വസ്തുക്കളും, അതിനാ സാറ് കുറേ പേര് പറയുന്നുണ്ട്, പക്ഷേ എനിക്കറിയണില്ല ആ പേരുകളൊന്നും. MDMA എന്ന് പറയണത് മാത്രമേ എനിക്ക് മനസ്സിലാവും, മദ്യം എന്ന് പറയണതും. മറ്റത് കുറേ പേര് പറയണം. പിന്നെ പശ, വേറൊരു കുട്ടി ഈ പറയണ മാതിരി തന്നെ. അപ്പോൾ ഇന്നലെ അതാ ഒരു കുട്ടി, 19 വയസ്സായൊരു കുട്ടി ഉമ്മാനെ തച്ച് ഇതാക്കിയിട്ട് ഉമ്മ ആശുപത്രിയിലുമാണ്. കുട്ടീനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 19 വയസ്സ്, ലഹരി. അതും നമ്മളെ തിരുവനന്തപുരം ഭാഗം എവിടെയാണ്, പാങ്ങോടോ വേറെ എവിടെയോ സ്ഥലമാണ്. ഇനി പാങ്ങോട് പെട്ടെന്ന് തൊള്ളിയിൽ വരുന്ന ഈ അഫാൻ്റെ കാരണം കേട്ടോ. കാരണം പാങ്ങോടാണല്ല ഉമ്മാനെ കൊന്നിട്ടത്. അത് കാരണം കൊണ്ട് ആ ഭാഗത്ത് എവിടെയാണ് പറഞ്ഞത്. ഇനി വീഡിയോ കണ്ടത് ഞാൻ മറന്നുപോയി. കാരണം 1, 2 അല്ലല്ലോ നമ്മളിത് കാണുന്നത്. നമ്മളിത് തുടരെ കണ്ടുകൊണ്ട് ഇതെല്ലാം നമ്മളെ മനസ്സിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ
ലഹരി എന്ന് പറയുന്ന വിപത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. സ്വന്തം മക്കളെ നടുറോട്ടിലിട്ട് കൊല്ലണത് കണ്ടാൽ പോലും ഒന്നും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. മറ്റൊരാളൊരു മനോരമ ചാനലിൻ്റെ ഒരാൾ ഒരു ചെറുക്കനെ ഇൻ്റർവ്യൂ എടുക്കേണ്ടി 23 വയസ്സായിട്ടുള്ളൂ. ജയിലിൽ കിടന്നിക്കണു, മോഷണം ചെയ്തിക്കണു, തട്ടിപ്പറിച്ചിക്കണു, എല്ലാതും ചെയ്തിക്കണു. ഇപ്പോൾ 23 വയസ്സാകും. 16 വയസ്സ് തുടങ്ങിയെന്ന് പറയണം. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിക്കണമെന്ന് പറയുന്നത്. ആദ്യമായിട്ട് തുടങ്ങിയത് സിസർ വലിക്കലാണെന്ന്. ആദ്യം ബീഡി വലിക്കൽ. ഒരു ബീഡി വാങ്ങിയിട്ട് അവർ 12 ആൾ കൂട്ടുകാരാണെന്ന് പറഞ്ഞു. ഒരു ബീഡി വാങ്ങിയിട്ട് 12 ആൾ ഓരോ പുക വിടുമെന്ന്. അത് കഴിഞ്ഞ് 12 ആളും 12 ബീഡി വലിക്കാൻ തുടങ്ങിയെന്ന്. അത് കഴിഞ്ഞ് ഒരു സിസർ വാങ്ങിയിട്ട് എല്ലാവരും കൂടെ പങ്കിട്ട് വലിക്കുമെന്ന്. അത് കഴിഞ്ഞ് 12 ആളും 12 സിസർ വാങ്ങി വലിക്കാൻ തുടങ്ങിയെന്ന്. പിന്നെ അവർ കഞ്ചാവിലേക്ക് പോയി, പിന്നെ MDMA പോയി. അങ്ങനെ അത് കിട്ടാതെ ആവുമ്പോഴുള്ള മാനസികാവസ്ഥ കുട്ടി പറയുന്നുണ്ട്. ഇപ്പോൾ നല്ല ശരീരമൊക്കെ നന്നായി നല്ല ഒരു കുട്ടിയായിട്ട് നിന്നിട്ട് ഇൻ്റർവ്യൂ കൊടുക്കണം. പക്ഷെ അവൻ പറയുന്നുണ്ട് ഈ ഇൻ്റർവ്യൂ പുറത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ജീവൻ തന്നെ ഉണ്ടാകുമെന്ന് അറിയില്ല എന്ന്. കാരണം ലഹരിക്കെതിരെ പൊരുതുന്നവർക്കുള്ള അവസ്ഥയാണിത്. അവൻ ഉപയോഗിച്ചെന്നാണ്. അവർ 10 കൊല്ലത്തോളം ഉപയോഗിച്ചിരിക്കണോ. +2 കഴിഞ്ഞിട്ട് പിന്നെ പഠിച്ചിട്ടില്ല, കാരണം ഈ ഉപയോഗം കാരണം. അപ്പോൾ ഇതിന് പൈസ കിട്ടാതെ ആകുമ്പോൾ വീട്ടിലുള്ള മൊബൈൽ എടുത്തുകൊണ്ട് വിൽക്കുക. അവൻ തന്നെ പറയുന്ന കാര്യമാണ്. വീട്ടിലെ മൊബൈൽ എടുത്തുകൊണ്ട് പോയി വിൽക്കുക, ചട്ടിയും പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി വിൽക്കുക, TV തല്ലി ഉടക്കുക, ജനലുകൾ തല്ലി ഉടക്കുക, ഉമ്മാനോടും വാപ്പാനോടും. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് ഈ MDMA ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ധൈര്യമാണ് ഇവർക്ക് കിട്ടുന്നതെന്നാണ് ആ കുട്ടി പറയുന്നത്. വല്ലാത്തൊരു ധൈര്യം കിട്ടുന്നുണ്ടെന്ന്, എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൻ ഇതും പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അവനിപ്പോൾ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. 5ാം ക്ലാസ് മുതലുള്ള സ്കൂൾ കുട്ടികൾക്ക് ഇപ്പം ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നത്. ഈ ഇൻ്റർവ്യൂ പുറത്ത് വന്നതുകൊണ്ട് ഏത് സമയത്തും അവൻ എന്തും സംഭവിക്കാം എന്നാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യം അവൻ്റെ വീടിന് അറ്റാക്ക് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു. ബൈക്കൊക്കെ എറിഞ്ഞുടച്ചു. പിന്നെ രാവിലെ അവന് പച്ചക്കറികൾ കൊണ്ടുപോയി കൊടുക്കണ ഒരു കടയിലേക്ക് പച്ചക്കറി സെയിൽസ് ചെയ്യണ പണിയാണെന്ന് പറയുന്നത്. ആ ബൈക്കിൻ്റെ പിന്നാലെ രാവിലെ 5 മണിക്ക് സുബഹി കഴിഞ്ഞ് പോകുമെന്ന് പറയുന്നു. അതിൻ്റെ പുറകെ അവന് ഫോളോ ചെയ്തു. 2 പ്രാവശ്യം ഫോളോ ചെയ്തു. ഒരു പ്രാവശ്യം വീട്ടിൽ ചെന്നിട്ട് ബൈക്കൊക്കെ തല്ലി ഉടച്ചു, കല്ലും ഇതൊക്കെ എടുത്തിട്ട് ബൈക്കിൻ്റെ ചില്ലുകളും ബൈക്കിനെറിഞ്ഞ് നാശപ്പെടുത്തി എന്ന് പറയണം. അപ്പോൾ ലഹരി അത് വല്ലാത്തൊരിതാണ്. അപ്പോൾ ഞാൻ ഫിലിപ്പ് സാറിനെ പിന്നെയും പറയാൻ കാരണം, ഫിലിപ്പ് സാർ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ഇപ്പോൾ ജോലി ലീവ് എടുത്തിട്ടാണ് ഇതിനു വേണ്ടി ഈ മദ്യത്തിനും മയക്കുമരുന്നിനെതിരെ ക്ലാസ് എടുക്കാൻ വേണ്ടി സാറ് പുറപ്പെട്ടിട്ടുള്ളത്. അതേമാതിരി കോഴിക്കോട് പ്ലസ് വെച്ചിരിക്കണു. ഉപയോഗിക്കുന്നത് കണ്ടാലോ കച്ചവടം ചെയ്യുന്നത് കണ്ടാലോ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ട്. കാരണം അതൊക്കെ ചെയ്യണം. അങ്ങനെ ഓരോ നാട്ടിലും വരണം. നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് വരണം, കോഴിക്കോട് വരണം, കണ്ണൂർ വരണം. എല്ലാ നാട്ടിലും ഇതുപോലെയുള്ള കുറേ ആളുകൾ, കുറേ ചെറുപ്പക്കാർ തയ്യാറായി ഇറങ്ങി വരണം. അതല്ലെങ്കിൽ MDMA എന്ന് പറയുന്ന ഈ 16,000 പേരുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം ഈ മക്കളെ മൊത്തം നശിപ്പിക്കും. പിന്നെ ഉമ്മാനെയും പെങ്ങന്മാരെയും സഹോദരിമാരെയും എളാപ്പന്മാരെയും മൂത്താപ്പന്മാരെയൊക്കെ ഇവർക്ക് കണ്ടു കഴിഞ്ഞാൽ മറ്റു പലതുമായിട്ടാണ് തോന്നുന്നത്. ആ കുട്ടി പറയേണ്ടത് ഉപയോഗിച്ചിരുന്ന കുട്ടി, ഇൻ്റർവ്യൂ എടുത്ത കുട്ടി പറയുന്നുണ്ട്, അത് കഴിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലാണെന്ന്. ആരും ഒരു പേടിയില്ല, ബന്ധങ്ങളെ പേടിയില്ല, ബന്ധങ്ങൾ ഓർമ്മയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഇത് മാത്രം കിട്ടിയാൽ മതി. ഒരു അസ്ഥികൂടം ആയിരുന്നു എന്നവൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ശ്രദ്ധിച്ചതാ. കൊടുക്കൽ കഴിഞ്ഞ് ഏകദേശം പകുതിയായിട്ടാണ് ഞാൻ കേൾക്കണം കേട്ടോ. ഇത് കഴിഞ്ഞു. അപ്പോൾ
ഈ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും കഥ കേട്ടപ്പോൾ ഇതൊന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നിയതുകൊണ്ടാണ്. നിങ്ങളെ കുടികളിലുള്ള മക്കളെല്ലാം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. മക്കളിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കണ്ടാൽ അപ്പം തന്നെ അതിന് മക്കളെ വല്ല ആശുപത്രിയിലും കൊണ്ടുപോവുകയോ രക്തം ടെസ്റ്റ് ചെയ്യുകയോ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാരണം ഫസ്റ്റ് തന്നെയാണെങ്കിൽ നമുക്ക് അവരെ രക്ഷപ്പെടുത്തി എടുത്ത് കൊണ്ടുവരാം. അസ്സലാമു അലൈക്കും. അടുത്ത ബാങ്ക് ഞങ്ങൾ അടുത്തുനിന്ന് കൊടുക്കാൻ തുടങ്ങി.